നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ഥലം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ആഗസ്റ്റ് 15-നകം വടക്കേക്കാട് ശ്മശാനം പണി പൂർത്തീകരിക്കുമെന്ന് കോസ്റ്റ് ഫോർ ഡയറക്ടറുടെ പ്രതിനിധി. നിർമ്മാണത്തിന്റെ വിവരങ്ങൾ വിലയിരുത്തുന്നതിനായി BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്മശാനം സന്ദർശിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തെ ചൊല്ലി അടിയന്തര കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ആരോപണത്തിൽ നിജസ്ഥിതി തെളിയുന്നതുവരെ സെക്രട്ടറിയെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും BJP അംഗങ്ങളും രംഗത്തെത്തി. കൊരട്ടിക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. GUP സ്കൂളിന് മുൻവശത്ത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 അപകടം. വിശദമായ വാർത്തയിലേക്ക്. സ്ഥലം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ആഗസ്റ്റ് 15-നകം വടക്കേക്കാട് ശ്മശാനം പണി പൂർത്തീകരിക്കുമെന്ന് കോസ്റ്റ് ഫോർ ഡയറക്ടറുടെ പ്രതിനിധി. ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നുവെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധിയെ അറിയിച്ചു. വടക്കേക്കാട് ശ്മശാനം പണി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് BJPയുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടത്തുകയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിഷയം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഇടപെടലെന്ന് BJP പ്രാദേശിക നേതൃത്വം പറഞ്ഞു. നിർമ്മാണത്തിന്റെ വിവരങ്ങൾ വിലയിരുത്തുന്നതിനായി BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്മശാനം സന്ദർശിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയംപറമ്പിൽ, നേതാക്കളായ ബാബു വടക്കേക്കാട്, T മുകുന്ദൻ, ജ്യോതിഷ്, മഹിളാ മോർച്ച നേതാക്കളായ ശ്രീലക്ഷ്മി, സിന്ധു, മിനി, ശ്യാമള, സിനി വിനോദ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തെ ചൊല്ലി അടിയന്തര കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ആരോപണത്തിൽ നിജസ്ഥിതി തെളിയുകയും കുറ്റവിമുക്തനാകുകയും ചെയ്യുന്നതുവരെ സെക്രട്ടറിയെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും BJP അംഗങ്ങളും രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. പ്രതിഷേധം ശക്തമായതോടെ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം നടന്നതായി കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിനു പിന്നാലെ ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തിയത്. യോഗ നടപടികൾ തുടരാൻ അനുവദിക്കാതെ അജണ്ട പിടിച്ചുവാങ്ങി പ്രതിഷേധിച്ചതോടെയാണ് കൌൺസിൽ നടപടികൾ തടസ്സപ്പെട്ടത്. സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ കണ്ടെത്തിയ തുക അഴിമതി പണമല്ല എന്ന് തെളിയുന്നതുവരെ അദ്ദേഹത്തെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അംഗം ഷാജി ആലിക്കൽ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഇതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കേണ്ട ബാധ്യത സെക്രട്ടറിക്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം അഴിമതിക്ക് കൂട്ടുനിന്നത് നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയുമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ടെന്ന് BJP അംഗം ശ്രീജിത്ത് അവൻ ആരോപിച്ചു. സംഭവത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കൌൺസിൽ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുന്നംകുളം നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കോൺഗ്രസും BJPയും സംയുക്തമായി നടത്തിയ സമരം തികച്ചും ആഭാസകരമാണെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു.
സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ പാർപ്പിടം പരിശോധനയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിൽ 21.5 ലക്ഷം രൂപ കണ്ടെത്തി എന്ന ദൃശ്യമാധ്യമ വാർത്തകളുടെ ചുവടുപിടിച്ചാണ് പ്രതിപക്ഷം അനാവശ്യ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഔദ്യോഗികമായോ രേഖാമൂലമോ യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ പണം കണ്ടെത്തി എന്നതുകൊണ്ടുമാത്രം അത് കുറ്റമാകില്ല. ആ തുക തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. കൃത്യമായ അന്വേഷണം നടത്തി പണത്തിന്റെ സ്രോതസ് കണ്ടെത്തുകയാണ് വേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ UDF ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഒരു നഗരസഭാ സെക്രട്ടറി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ കൃത്യമായ നടപടിയെടുക്കേണ്ടത് ഗവൺമെന്റാണ്. സ്വന്തം ഗവൺമെന്റ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതിരിക്കെ കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിൽ സമരം നടത്തുന്നത് തികഞ്ഞ വിരോധാഭാസമാണ്. ഉറപ്പില്ലാത്തൊരു കാര്യത്തിന്റെ മുകളിൽ എങ്ങനെയാണ് സെക്രട്ടറിക്കെതിരെ നമ്മൾ നടപടിയെടുക്കുക? പത്രം അത് കൃത്യമായി എല്ലാ കൗൺസിലേഴ്സിനെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭരണസമിതിയെ സംബന്ധിച്ച് നിലവിൽ സെക്രട്ടറി കുറ്റാരോപിതനല്ല. അങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൗൺസിലിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയായ നടപടിയല്ല എന്നാണ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഭരണസമിതിക്ക് വേണ്ടി എനിക്ക് അറിയിക്കാറുള്ളത്. സെക്രട്ടറിയെ വ്യക്തിഹത്യ നടത്താനും നഗരസഭയുടെ ഭരണത്തെ കരിവാരി തേക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നടത്തുന്ന ഇത്തരം തരംതാണ സമരങ്ങളെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുമെന്നും ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൂട്ടിച്ചേർത്തു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂരിൽ ഓടിട്ട വീട് തകർന്നു. തമ്പുരാൻപടി വടക്കേപ്പുരയ്ക്കൽ ദേവകിയുടെ വീടാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ തകർന്നത്. വീടിന്റെ ഓടുകൾ ഇളകി മാറുകയും മൺചുമർ നിലംപൊത്തുകയും ചെയ്തു. സംഭവ സമയത്ത് വീട്ടുകാർ പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ദേവകിയും മകൻ നിതീഷും തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് പൂക്കോടിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉപയോഗം സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ വീണ്ടും തർക്കവും വിവാദവും. നഗരസഭ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ UDF ബഹളം വെച്ച് ഇറങ്ങിപ്പോയി. BJP വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അമൃത് പദ്ധതി പ്രകാരം 3 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ പണിതതാണ് സ്കൂളിലെ കളിസ്ഥലം. അത് പരിപാലിക്കാനും ബൈലോ തയ്യാറാക്കാനുമുള്ള അജണ്ടയിലാണ് തർക്കമായത്. നിർമ്മാണം ഏറ്റെടുത്തിരുന്ന ഊരാളുങ്കൽ കമ്പനി സ്ഥലം നഗരസഭയ്ക്ക് കൈമാറാത്ത സാഹചര്യത്തിൽ ബൈലോ തയ്യാറാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടു. കളിസ്ഥലം ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ സംഘടനയായ GSIയുടെ നിയന്ത്രണത്തിലാക്കുന്നതിനെയും എതിർത്തു. വിദ്യാർത്ഥികൾക്കല്ലാതെ കളിസ്ഥലം ചില സംഘടനകൾക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് നഗരസഭാ സെക്രട്ടറിയുടെ കുറിപ്പും പ്രതിപക്ഷത്തിന് തുണയായി. ഗ്രൗണ്ട് നഗരസഭയ്ക്ക് കൈമാറി കിട്ടും വരെ അജണ്ട മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാതിരുന്നതോടെ UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ചെയർപേഴ്സണെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. BJP അംഗങ്ങളായ ശോഭാ ഹരിനാരായണനും കൃഷ്ണപ്രിയയും പ്രതിഷേധം അറിയിച്ചു. സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറച്ചതിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പദ്ധതിയെ അടക്കം ബാധിച്ചതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റെജി അടിയന്തര പ്രമേയത്തിൽ സൂചിപ്പിച്ചു. ഇതേ ചൊല്ലിയും ഏറെ നേരം കൗൺസിൽ യോഗത്തിൽ ബഹളമായി. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഒരുമനയൂർ മൂന്നാംകല്ല് ഫെറി റോഡിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പലഹാര നിർമ്മാണശാലയിൽ നിന്ന് പുഴു അരിച്ച നിലയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡും സംഘവും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. അജ്വ സ്നാക്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത്. കക്ക സമൂസ, ചിക്കൻ സമൂസ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും കേടുവന്ന് ദുർഗന്ധം വമിക്കുന്നതുമായ 2 ചാക്ക് സമൂസ ലീഫുകളാണ് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത്. ഇവയിൽ പുഴു അരിച്ച നിലയിലായിരുന്നു. ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള ഹെൽത്ത് കാർഡ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ജലപരിശോധനാ റിപ്പോർട്ട് എന്നിവയൊന്നുമില്ലാതെ വൃത്തിഹീനമായ രീതിയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒരുമനൂർ സ്വദേശി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥാപനത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം ആർക്കും പരിക്കില്ല. GUP സ്കൂളിന് മുൻവശത്ത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30ഓടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസും ചങ്ങരംകുളത്ത് നിന്ന് എരുമപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി.
പഴവൂർ എടക്കുന്നിയിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് പഴവൂർ ഇടക്കുന്നി. വനപ്രദേശത്തോട് ചേർന്നാണ് ചാക്കുകളിലാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാരായ AS ചന്ദ്രൻ, അൻസാർ തയ്യൂർ എന്നിവർ സ്ഥലത്തെത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന അതുപോലെ മാലിന്യങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട്. ഇത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അവർ അതിൻ്റെ രീതിയിൽ സംസ്കരിച്ചോളും. ഇതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ കൊടുന്നിടാതെ ഇത്തരം നീച പ്രവൃത്തികൾ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ നടപടിയായിട്ട് ഈ പ്രദേശവാസികൾ, വാർഡ് മെമ്പർ നിലയ്ക്ക് ഞാനും ചന്ദ്രേട്ടനും അതുപോലെ ഈ പ്രദേശവാസികൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കായികപരമായിട്ട് ഞങ്ങൾ നേരിടാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഗുരുവായൂരിൽ ഉജ്ജ്വല തുടക്കം. 2 ദിവസങ്ങളിലായി ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് സുർജിത് കുമാർ, ജനറൽ സെക്രട്ടറി PG ദിലീപ്, സ്വാഗത സംഘം ചെയർമാൻ NK അക്ബർ MLA, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP സാവിത്രി, CITU ഏരിയ സെക്രട്ടറി AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 5 ഡിവിഷനുകളിലുള്ള 85 ബ്രാഞ്ചുകളെ പ്രതിനിധീകരിച്ച് 230 പ്രതിനിധികളും സംസ്ഥാന കേന്ദ്ര നേതാക്കളുമടക്കം 250 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, ഭാരവാഹികളുടെയും കമ്മിറ്റികളുടെയും തെരഞ്ഞെടുപ്പ് എന്നിവ ബുധനാഴ്ച നടക്കും. ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർത്തു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM-ന് പോലും വേണ്ടാത്ത ഭരണമാണ് ഗുരുവായൂരിൽ നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, DCC നിർവാഹക സമിതി അംഗം OKR മണികണ്ഠൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ്, KPA റഷീദ്, ജോയ് ചെറിയാൻ, KP ഉദയൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് വീണ്ടും അംഗീകാരം. ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേന ലോക്സഭ, രാജ്യസഭ MP-മാരുടെ വിവിധ പദ്ധതികൾ കാര്യക്ഷമമായി നടത്തുകയും സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്തതിനാണ് മലപ്പുറം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ഏറ്റവും മികച്ച സ്ഥാപനമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പുരസ്കാരത്തിന് അർഹത നേടിയത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നടന്ന ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ റാഫി തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ഇസ്മായിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ രശ്മി എന്നിവർ ചേർന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS, മഞ്ചേരി MLA അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി തുടങ്ങിയവരിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരത്തിന് അഹോരാത്രം പ്രയത്നിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ BDO പ്ലാൻ ക്ലർക്ക് പ്രവീഷ് ബാബു അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും, ബ്ലോക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ P രശ്മി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് നന്ദി അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്ന ലോകസഭ, രാജ്യസഭ MP-മാരുടെ പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തീകരിച്ചതിന് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് വീണ്ടും അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ BDO, പ്ലാൻ ക്ലർക്ക് പ്രവീഷ് ബാബു, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രശ്മി ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. താൽക്കാലിക അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് പുന്നൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി LDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട ഫയൽ തീർപ്പാക്കണമെങ്കിൽ പണം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം അപേക്ഷകനോട് ആവശ്യപ്പെട്ടിരുന്നതായും ഇതിനെ ചൊല്ലി പഞ്ചായത്ത് ഓഫീസിനകത്ത് പരസ്യമായ തർക്കത്തിനിടയാവുകയും താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജിവെക്കുകയും ചെയ്തിരുന്നു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ ഇദ്ദേഹം ചുമതലയെടുത്തതു മുതൽ തീർപ്പാക്കിയ എല്ലാ ഫയലുകളിലും കൃത്രിമം കാണിച്ചും മറ്റും അപേക്ഷകരിൽ നിന്ന് പണം വാങ്ങിച്ചതായി പൊതുജനങ്ങൾക്കിടയിലും വ്യാപകമായ പരാതി ഉയർന്നു വന്നിരുന്നു. മുൻകാല ഓഫീസർമാർ തീർപ്പാക്കാൻ കഴിയാതെ മാറ്റിവെച്ച ഫയലുകൾ പോലും ഇദ്ദേഹം തീർപ്പാക്കിയതായാണ് ജനങ്ങൾക്കിടയിലുള്ള സംസാര വിഷയം. ഇദ്ദേഹം നടപ്പിലാക്കിയ പൊതുമരാമത്ത് പ്രവൃത്തികളിലും വലിയ തോതിൽ അഴിമതിയാണ് ആരോപിക്കുന്നത്. ആയതിനാൽ രാജി അംഗീകരിക്കുന്നതിനോടൊപ്പം ഇയാൾ നടത്തിയ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് LDF പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യമുന്നയിച്ചത്.
എന്നാൽ ഭരണസമിതി യോഗത്തിൽ പ്രസ്തുത ആവശ്യം ഭരണസമിതി തള്ളിയതോടെ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമജ നസീർ, ഫൗസിയ ഹാഷിം എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം ഭരണസമിതി നിരാകരിച്ചതോടെ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പരാതിയും നൽകി. താൽക്കാലികമായി ചാർജ് എടുക്കുകയും അദ്ദേഹം നിരവധി കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് പലരോടും പണം ആവശ്യപ്പെട്ടതായും അങ്ങനെ അത് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിനോട് പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് അതിൽ പിരിച്ചുവിട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുമ്പോൾ അദ്ദേഹം മുന്നേ ചെയ്ത പ്രവൃത്തികളിൽ എന്തെല്ലാം കാര്യങ്ങൾ തിരുമലകൾ നടത്തിയിട്ടുണ്ടോ അതിൽ വിജിലൻസ് അന്വേഷണത്തിന് വിടണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വിയോജനക്കുറിപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭരണസമിതി യോഗവും 2026-28 കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും നടന്നു. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയും ജനറൽ കൺവീനറുമായ ജോജി തോമസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ KK സേതുമാധവൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻമാരായ ലോറൻസ് ഏങ്ങണ്ടിയൂർ, CM ജോർജ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വീണ്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത KV അബ്ദുൽ ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ലൂക്കോസ് തലക്കോട്ടൂർ, സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ജോജി തോമസ് എന്നിവരെ ആദരിച്ചു. ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജനറൽ കൺവീനർ ജോജി തോമസ്, ട്രഷറർ KK സേതുമാധവൻ എന്നിവരുൾപ്പെടെ ഗുരുവായൂർ മണ്ഡലം ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. APJ അബ്ദുൽ കലാം രാഷ്ട്രസേവാ പുരസ്കാരം മേഴ്സി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ CEO വിനോദ് ബാലന് ബ്രീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാവാചസ്പതി ഡോക്ടർ KP സുധീരയിൽ നിന്നും ഏറ്റുവാങ്ങി. സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിദ്യാനിധി, കൈവിളക്ക്, അക്ഷരചിന്തുകൾ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് അവാർഡിന് അർഹത നേടിയത്. NSDCയുടെ ദേശീയ നൈപുണ്യ പദ്ധതിയുടെ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ റൈസിംഗ് സ്റ്റാർ അവാർഡ്, ദി ബെസ്റ്റ് പെർഫോമൻസ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി AI പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ PCIയുടെ സംസ്ഥാന പ്ലേസ്മെന്റ് കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചൂണ്ടൽ മേഖലാ സമ്മേളനം നടന്നു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം PA രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CA ഗോപി അധ്യക്ഷനായി. PM ഉമ്മർ രക്തസാക്ഷി പ്രമേയവും ശൈലജ പുഷ്പാകരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലൈഫ് പദ്ധതി പുനഃസ്ഥാപിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിക്കുക, സ്ത്രീ സുരക്ഷാ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങി 4 പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. മേഖലാ സെക്രട്ടറി KA രമേശ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി MP പ്രവീൺ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, KSKTU ഏരിയ പ്രസിഡന്റ് MS വിനോദ്, ഏരിയ ട്രഷറർ KB ഷിബു, എക്സിക്യൂട്ടീവ് അംഗം ആൻസി വില്യംസ്, സംഘാടക സമിതി ഭാരവാഹികളായ E മുരളി, PS രാജു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി CA ഗോപി പ്രസിഡന്റ്, KA രമേശ് സെക്രട്ടറി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് ക്ലർക്ക് പ്രകാശൻ MP പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തമ്പി K ജോബ്, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി മൈമൂനത്ത് KM, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് തല സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളത്ത് സജ്ജമാക്കിയ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി നിർവഹിച്ചു. കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് KM ജിജിൽ അധ്യക്ഷനായി. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, DYFI മുൻ ജില്ലാ സെക്രട്ടറി PB അനൂപ്, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ, ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ട്രഷറർ UM ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സച്ചിൻ പ്രകാശ്, NS ജിഷ്ണു, KA അഖിൽ എന്നിവർ നേതൃത്വം നൽകി.
താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ കാൽ തളർന്നു പോയ സംഭവത്തിൽ സമഗ്രമായ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV സത്താറാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. ചാവക്കാട് നഗരസഭ 11-ാം വാർഡിലെ മുഹമ്മദ് ഗസാലി എന്ന വിദ്യാർത്ഥിക്കാണ് ദാരുണമായ അനുഭവം ഉണ്ടായത്. 2023 ഡിസംബറിലായിരുന്നു സംഭവം. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ മെയിൽ നഴ്സിന്റെ ഗുരുതരമായ വീഴ്ച കാരണമാണ് കുട്ടിയുടെ ഇടതുകാൽ തളർന്നുപോയതെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിന് ഉത്തരവാദികളായ കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥിക്ക് അടിയന്തരമായി നീതി ലഭ്യമാക്കണമെന്നുമാണ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുരുവായൂരിലെത്തിയ ആരോഗ്യമന്ത്രി K. മുരളീധരന് കുട്ടിയും മാതാവും നേരിട്ടെത്തി നഴ്സിനെതിരെ നടപടിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. സുറൂറെ ആഷിഖിൻ നബിദിന ആഘോഷം 2026നോടനുബന്ധിച്ച് ചമ്മന്നൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. കൺവീനർ റാഫി തറയിൽ, മഹൽ പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ, മഹൽ വൈസ് പ്രസിഡന്റ് Dr. IP അബ്ദുൾ റസാഖ് എന്നിവർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. മഹൽ സെക്രട്ടറി ഷെഫീഖ് വലിയവളപ്പിൽ, ട്രഷറർ കുഞ്ഞി മുഹമ്മദ് കോട്ടത്തയിൽ, സ്വാഗത സംഘം ട്രഷറർ റസാഖ് പാവൂരയിൽ, ജോയിന്റ് കൺവീനർ റസാഖ് പന്തലായനി തറയിൽ, മഹൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അലി തറയിൽ, മഹൽ കമ്മിറ്റി മെമ്പർമാർ, നബിദിന സ്വാഗത സംഘം മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന S. ജാനകിയമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. കുന്നംകുളം CV സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ K. പുരം സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി ചെയർമാൻ TK രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായകനും ഗാന നിരൂപകനുമായ ഫിറോസ് ബാബു ജാനകിയമ്മയുടെ ശ്രദ്ധേയമായ ഗാനങ്ങൾ കോർത്തിണക്കി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ്, ബ്ലോക്ക് സെക്രട്ടറി ജോബ് രാജ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സാംസ്കാരിക വേദി കൺവീനർ ഡെന്നീസ് മങ്ങാട് സ്വാഗതവും PK വേലു നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം ജാനകിയമ്മയുടെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കി യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനാഞ്ജലിയും ഉണ്ടായിരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഹെവി ലൈറ്റ് ടോർച്ചിന് ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ലഭിച്ചത് തകരത്തിന്റെ എലിക്കെണി. പെരുമ്പിലാവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ കരീമാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്. ഫേസ്ബുക്കിലൂടെ അസം ലഡാൻഗുരിയിലെ മഹേന്ദ്ര ലൻക്ര എന്ന സ്ഥാപനത്തിന്റെ വിലാസത്തിലായിരുന്നു ടോർച്ച് ഓർഡർ ചെയ്തതും തുകയായ 999 രൂപ ഗൂഗിൾ പേ വഴി ബിബിൻ MB എന്ന വിലാസത്തിൽ അയച്ചു നൽകിയതും. എന്നാൽ 2 ദിവസത്തിനകം ഓർഡർ പാഴ്സലായി ലഭിക്കുകയും തുറന്നു നോക്കിയപ്പോൾ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാകുകയുമായിരുന്നു. ഉപഭോക്താവ് സൈബർ സെല്ലിൽ പരാതി നൽകി. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ലിറ്റററി ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. ബീംസ് കോളേജ് പ്രിൻസിപ്പൽ Dr. CL ജോഷി ആമുഖ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകനും സഞ്ചാര സാഹിത്യകാരനുമായ അരുൺ എഴുത്തച്ഛൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് തന്റെ സാഹിത്യരചനയ്ക്ക് പ്രേരകമായി തീർന്ന അനുഭവങ്ങൾ അദ്ദേഹം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. മാനേജർ ഫാദർ സക്കറിയ OIC, ലിറ്റററി ക്ലബ് കോർഡിനേറ്റർ CV രാജശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും വരും തലമുറയ്ക്കായി പരിസ്ഥിതിയെ നിലനിർത്തേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രകൃതി സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് 2ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രസംഗം, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്ന ചാർട്ടുകളും പ്രദർശിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ OIC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, അധ്യാപകരായ ജിനു ജോബ്സൺ, സൗമ്യ സക്കറിയ, KW അമിത, KS സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണ നടപടികൾക്കെതിരെ CPIM നന്നമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂക്കുതല വാര്യർ മൂലയിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ വെളിച്ചം സംഘടിപ്പിച്ചു. CPIM എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം VV കുഞ്ഞുമുഹമ്മദ് മെഴുകുതിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. അജയഘോഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. വേലായുധൻ, കരീം കോഴിക്കൽ, ജിനു മൂക്കുതല എന്നിവരും CPIM അംഗങ്ങളായ ഫിറോസ് PP, PV ഷൺമുഖൻ, VV കരുണാകരൻ, അബൂബക്കർ എന്നിവരും നേതൃത്വം നൽകി. 14,400 കോടിയോളം ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് കടമെടുത്തിട്ടുണ്ട്. ഈ കടമെടുത്ത കാര്യത്തിലേക്ക്, ഈ വൈദ്യുതി കാര്യത്തിലേക്ക് പോലും
ഒരു രൂപ അടിയന്തര സഹായം എന്നുള്ള നിലക്ക് ചെലവാക്കാതെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ എതിരായിട്ടുള്ള ഇനിയും പല സമരങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ഗവൺമെന്റ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രിലിമിനറി ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ സാങ്കേതിക വിദ്യാജ്ഞാനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തിക്കുന്നത്. കൈറ്റ് മാസ്റ്റർ ട്രെയിനർ ധന്യ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക സുമീറോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് മെന്റർമാരായ ടോം, മിൻഡു തുടങ്ങിയവർ പങ്കെടുത്തു. മൂക്കുതല ശ്രീ രക്തേശ്വരം ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വൈകിട്ട് വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് TK മുരളി, ജനറൽ സെക്രട്ടറി ബബീഷ് പെരുമ്പാത്തയിൽ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,215 രൂപ, പവന് 1,05,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം പെരുമ്പിലാവ് പരുവക്കുന്ന് പെരിങ്ങാവ് മുഹമ്മദ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഷമീർ, ഷക്കീർ, ഷിഹാബ് എന്നിവർ മക്കളാണ്. വേലൂർ പണിക്ക വീട്ടിൽ രാധമ്മ മകൻ ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. ഉഷ ഭാര്യയും നിഷ മകളുമാണ്. വേലൂർ നീലങ്കാവിൽ ജൈനി ഭാര്യ സിസിലി നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലുബിന, ലിബിൻ, ലോണിയ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ഥലം MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ആഗസ്റ്റ് 15-നകം വടക്കേക്കാട് ശ്മശാനം പണി പൂർത്തീകരിക്കുമെന്ന് കോസ്റ്റ് ബോർഡ് ഡയറക്ടറുടെ പ്രതിനിധി. നിർമ്മാണത്തിന്റെ വിവരങ്ങൾ വിലയിരുത്തുന്നതിനായി BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്മശാനം സന്ദർശിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തെ ചൊല്ലി അടിയന്തര കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം. ആരോപണത്തിൽ നിജസ്ഥിതി തെളിയുന്നവരെ സെക്രട്ടറിയെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും BJP അംഗങ്ങളും രംഗത്തെത്തി. കൊരട്ടിക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. GUP സ്കൂളിന് മുൻവശത്ത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.